അതായത് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പ് അത് ഓഫ് റോഡായിരുന്നു. കുണ്ടും കഴിയും നിറഞ്ഞ റോഡിന് വെറുതെ ടാക്സിങ്ങൾ അടച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറുന്നൊന്നുമില്ല. BS6 വണ്ടികൾക്ക് ഒരുപാട് ഫ്യൂൽ എംടിയിൽ ഓടിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ബോട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞ് നേരെ റോഡിലോട്ട് എറിയാതിരിക്കുക. ഇതുവരെ ഫ്യൂൽ തീർന്നിട്ടില്ല. കാരണം ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സ് പ്ലസ് നമ്മൾ ഓടിച്ച് കഴിഞ്ഞു. മാത്രം പെട്രോൾ ഉണ്ട് ഡാർലിംഗ് നീ ഒന്ന് പറ എത്രമാത്രം ഇനിയും പെട്രോൾ ഉണ്ട്, എത്ര കിലോമീറ്റർ കഴിഞ്ഞ് ഓടുമെന്ന്. വേണ്ടല്ലോ, ഇതുപോലെ കുറേ എണ്ണം ഉണ്ട്. സിഗ്നലും ഇടത്തില്ല, ചുമ്മാ. So good. I really like this mileage. Duke ഓണേഴ്സിന് ഞാനൊരു ടിപ്പ് കൂടെ പറയാം. സോ വാട്ട്സ് അപ്പ് ലവ്ലി പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂക്ക് 200 BS6 E20യുടെ, അതായത് ഇതൊരു ഫേസ് ലിഫ്റ്റ് വേർഷൻ 2 ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ 390യുടെ ഹെഡ് ലാമ്പ് വരുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ഇതിൻ്റെ നമ്മൾ ഇന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഏതൊരു വണ്ടിയാണേലും എടുക്കാൻ നിൽക്കുന്നവരാണേലും എൻ്റെ വ്ളോഗ്സ് കാണുന്നവരാണേലും എനിക്കാണേലും ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ മൈലേജ് എത്രയായിരിക്കുന്നു. സോ ഫാർ സോ ഗുഡ്. എൻ്റെ വണ്ടി ഏകദേശം 13,523 കിലോമീറ്റർ ഓടി ടോട്ടൽ. ആൻഡ് ലോങ് ഡ്രൈവ് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ റൈഡ് കഴിഞ്ഞ് വന്നതിൻ്റെ, അതായത് ഇവിടെ ലോക്കലിൽ നല്ല മഴ ആയതുകൊണ്ട് ചെറുതായിട്ട് സോറി ഫോർ ദാറ്റ്. കാരണം കഴുകിയാലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഒരു ചെളിയാവും, അതുകൊണ്ടാണ് കഴുകാത്തത്. ആൻഡ് നമുക്ക് നേരെ പോവാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ടാങ്കിൻ്റെ അകത്തുള്ള പെട്രോൾ ഏകദേശം കുറേയൊക്കെ ഊറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുപ്പിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പമ്പിൽ പോകുന്നു, 6 ലിറ്റർ പെട്രോൾ മേടിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള പെട്രോൾ തീർന്നതിന് ശേഷം 6 ലിറ്റർ ഒഴിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. എത്ര മൈലേജ് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് നോക്കാം. സോ ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാൻ ഇതുവരെ ഒരു വണ്ടിയുടെ ഇത്രയും ലോ ഫ്യൂവലിൽ വണ്ടി ഓടിക്കാറില്ല. ബിക്കോസ് ഞാൻ എൻഡോർക്കിൻ്റെ ആണെങ്കിൽ പോലും മൈലേജ് ടെസ്റ്റിൻ്റെ സമയത്തല്ലാതെ വേറൊരു ടൈമിൽ ഇത്രയും പെട്രോൾ കുറച്ച് ഞാൻ ഓടിച്ചിട്ടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇതുപോലെ പെട്രോൾ കുറച്ച് ഓടിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ മിനിമം എൻ്റെ ഏതൊരു വണ്ടി എടുത്ത് നോക്കിയാലും ഇപ്പം എൻഡോർക്കിലെ തന്നെ ആണെങ്കിൽ 1.8 ലിറ്റേഴ്സാണ് ഫ്യൂൽ MT കാണിക്കാറ്. സോ അതിൽ എന്തായാലും ഒരു മിനിമം ഒരു പെട്രോൾ അതിൻ്റെ മുകളിലൊരു 2+3 ലിറ്റേഴ്സ് എനി ടൈം കാണും. കപ്പാസിറ്റി 5.8 ലിറ്റേഴ്സാണ് നമ്മുടെ എൻഡോർക്കിന് വരുന്നത്. അതുപോലെ ഇതിൻ്റെ 13.3 ലിറ്റേഴ്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി. സോ ഇതിൽ എപ്പോഴൊക്കെ ഫ്യൂൽ MT ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ 5 ലിറ്റർ 4 ലിറ്റർ 3 ലിറ്റർ അങ്ങനെ അടിച്ചിട്ടേ ഉള്ളൂ. സോ ഫസ്റ്റ് ടൈമാണ്. സോ ഇതിൻ്റെ ഇപ്പം ഫ്യൂൽ MT കാണിക്കുന്ന സമയത്ത് ഇവിടെ 2 ചെറിയൊരു ഇത് കാണും. സോ അതിൽ ഒരെണ്ണം ഒരെണ്ണം ഇപ്പോഴും ആക്റ്റീവാണ്. സോ ഐ ഡോണ്ട് നോ എത്ര കിലോമീറ്ററിലാണ് ഇത് കംപ്ലീറ്റ്ലി MT ആവുക, എത്ര കിലോമീറ്റർ ഓടും എന്നെനിക്കൊരു ഐഡിയ ഇല്ല. സോ ലെറ്റ് സി. ഇനിയിപ്പോൾ നിലവിൽ നമ്മുടെ നയറ പമ്പ് വരും, അവിടെ നിന്ന് എന്തായാലും ഒരു 1/2 ലിറ്റർ പെട്രോൾ മേടിക്കണം. 1/2 ലിറ്റർ കുപ്പി തടാ, എന്നാ ഇത് എടുത്തോ. 1/2 ലിറ്റർ മതി, കറക്റ്റ് 1/2 ലിറ്റർ ഒഴിക്കണേ. മൈലേജ് ടെസ്റ്റ് ചെയ്യാനാടാ. 52.99 അല്ലേ, ഇതേ തന്നെ വെച്ചേരെ. ഞാൻ ഇറങ്ങണോ? ഏതെങ്കിലും സൈഡിൽ 1/2 ലിറ്റർ പെട്രോൾ നമ്മൾ മേടിച്ചു. ഇപ്പം നിലവിൽ ഞാനിവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട്, അവിടം വരെ ഒന്ന് പോവാണ്. ബിക്കോസ് പെട്രോളെല്ലാം വായിൽ കയറിയിട്ട് ഏതാണ്ട് ഒരുമാതിരി ഒരു വൃത്തികെട്ട ടേസ്റ്റ്. അപ്പോൾ അത് കാരണം ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈലേജ് ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചു. ആൻഡ് സോ ഫാർ സോ ഗുഡ്. ഇതുവരെ പെട്രോൾ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നൊന്നും ഇതിൻ്റെ. കാരണം ഒരു ഘട്ടത്തിൽ അത്യാവശ്യം നല്ലപോലെ പെട്രോൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഒരുപാട് ഞാൻ റെഡ് ലൈനിൽ കയറ്റുന്നില്ല. ആസ് യൂഷ്വൽ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെയാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാട് റെഡ് ലൈനിലോ കാര്യങ്ങളോ ഞാൻ കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഗോവയിൽ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ രാത്രി വന്ന വഴിക്കിടെയാണ് നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അന്ന് രാത്രി മഴ പെയ്തു. മൂവാറ്റുപുഴ ഇങ്ങനെ കഴിഞ്ഞ് കൂത്തറോളം എത്താറായപ്പം മുതൽ ഇവിടെ ഒരു MUM ഹോസ്പിറ്റലുണ്ട്, അവിടം വരെ മഴയായിരുന്നു. അതുകൊണ്ട് ക്യാമറയും കാര്യങ്ങളും എല്ലാം ഊരി വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അന്നത്തെ റൈഡിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ അതിനുശേഷം ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് കോട്ടയത്തേക്കൊരു ചെറിയ റൈഡിൻ്റെ വീഡിയോ കിടപ്പുണ്ട് നമ്മുടെ ഡ്യൂക്കിൻ്റെ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ സത്രം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് റോഡ് ട്രിപ്പ്, വണ്ടി എടുത്തിട്ട് ഫസ്റ്റ്
അതായത് ഇവിടെ കേരളത്തിൽ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പ് അത് ഓഫ് റോഡായിരുന്നു, അതും ഇതുമായിട്ട്. അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ മാമലക്കണ്ടം പോയി. മാമലക്കണ്ടത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതും നമ്മൾ ഡ്യൂക്കുമായിട്ടാണ്. അന്ന് ഡ്യൂക്ക് ഉണ്ടായിരുന്നു, ഹോർണറ്റ് ഉണ്ടായിരുന്നു, RTR 200 ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ NS 200 ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു റൈഡിൻ്റെ നമ്മുടെ വീഡിയോ കിടപ്പുണ്ട്. സോ ഇത് പറയുകയാണെങ്കിൽ കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം മൈലേജ് ടെസ്റ്റ് ചെയ്യണമെന്നാണ്. അതുപോലെ നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ എന്താണൊരു കംപ്ലീറ്റ് റിവ്യൂ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 26 ദിവസമായി വണ്ടി എടുത്തിട്ട്. സോ നമ്മളിത് ഗോവയിൽ നിന്നാണ് വണ്ടി എടുത്തത്. ഇപ്പോഴും നമ്മുടെ ഒരു അനിയൻ്റെ പേരിലാണ് വണ്ടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങോട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെറുതെ ഇങ്ങോട്ട് ടാക്സ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. വെറുതെ എന്താ പറയുക, റോഡിൻ്റെ കുണ്ടും കഴിയും നിറഞ്ഞ റോഡിന് വെറുതെ ടാക്സുകൾ അടച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറുന്നൊന്നുമില്ല. സോ ഫാർ സോ ഗുഡ്. എനിക്ക് വണ്ടികൾ ഒരു ഇഷ്യൂ ഇല്ല, പെർഫോമൻസ് വൈസ് ഒരു കുഴപ്പമില്ല. പിന്നെ എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വിസിറ്റ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും, എന്തായിരിക്കും ശരിക്കും ഒരു മൈലേജ് ഇതിന്. അത് ഗോവയിൽ നിന്ന് നാട്ടോട് മുമ്പ് എനിക്ക് 2 മൈലേജാണ് കിട്ടിയത്. ഏകദേശം ഒരു 30, പിന്നെ ഒരു 37 അടുത്ത് കിട്ടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ പുതുതായിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരാൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും എത്ര മൈലേജ് കിട്ടും 200-ന് എന്നുള്ളത്, പുതിയ വേർഷന്, അതും ഇത് E20 ബാഡ്ജിങ് ഉള്ളതിന്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ മൈലേജ് ടെസ്റ്റ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ. മീറ്ററിൽ ഒരു പോയിൻ്റ് പോലും കാണിക്കുന്നില്ല. സോ ദാറ്റ് മീൻസ് പെട്രോൾ കുറേയൊക്കെ തീരാറായിട്ടുണ്ട് ഏകദേശം. ഒരു പോയിൻ്റ്, കാരണം ഈ ഒരു 4 പോയിൻറ്റിന് ശേഷം താഴെ ഒരു 2 പോയിൻ്റ് കാണിക്കും. അതിലാണ് ഫ്യൂൽ എം ടി നമുക്ക് കാണിക്കുക. അതിൽ 2 പോയിൻറ്റിൽ ഇപ്പോൾ എം ടി ആണ് കാണിക്കുന്നത്. ലെറ്റ് സി എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നോക്കട്ടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം പെട്രോൾ തീരാതെ നമുക്ക് മൈലേജ് ടെസ്റ്റും തുടങ്ങാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ആൻഡ് സോ ഫാർ സോ ഗുഡ്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് നോക്കിയില്ല. ബട്ട് ഈ ഒരു വഴി കൂടെയാണ് അന്ന് നമ്മൾ ഗോവയിൽ നിന്ന് ഇങ്ങോട്ടായിരുന്നു വരുന്നത്. ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് ഞാൻ ഈ ഒരു റൂട്ട് പ്ലാൻ ചെയ്തത് വേറൊന്നും കൊണ്ടുമല്ല, കൂത്താട്ടോളത്ത് ജിയോയുടെ പെട്രോൾ പമ്പിൽ നിന്ന് കുറച്ച് പെട്രോളും അടിക്കാം. കാരണം ഈ ഒരു റൂട്ടിൽ പെട്രോൾ പമ്പ്സും ഉണ്ട് അത്യാവശ്യം. കയ്യിൽ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഫ്യൂലുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ. പക്ഷേ എന്നാലും ഈ ഒരു റോഡിൽ അത്യാവശ്യം പെട്രോൾ പമ്പ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി പെട്രോൾ അടിച്ചിടാമെന്ന് ഓർത്ത്. കാരണം BS6 വണ്ടികൾക്ക് ഒരുപാട് ഫ്യൂൽ എം ടിയിൽ ഓടിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ഇങ്ങനെ ഷോർട്ട് പോകുന്നു അത്ര നല്ലതല്ലെന്നാണ് ഞാൻ കേട്ടേക്കുന്നതും അറിഞ്ഞേക്കുന്നതും. ഈവൻ എൻഡോർക്കിൻ്റെ കാര്യത്തിലാണല്ലോ ഒരുപാട് ഫ്യൂൽ എം ടിയിൽ വണ്ടി ഓടിക്കരുതെന്നാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ BS6 വണ്ടികൾക്ക് അങ്ങനെ ആണ് പറയുന്നത് എല്ലാവരും. കാരണം ഒരു ഫ്യൂൽ എം ടി, മിനിമം ഫ്യൂൽ എം ടി എന്ന് പറയുന്ന ഒരു 2-3 ലിറ്റേഴ്സാണ് ഇതിൻ്റെ എന്നെനിക്ക് തോന്നുന്നു. അതിന് മുകളിൽ പെട്രോൾ അടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യും. നമ്മളിപ്പം നിലവിൽ കൂത്താട്ടോളം എത്തി. കൂത്താട്ടോളത്തു നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന റൂട്ടിലാണ്. സോ അന്ന് ഞാൻ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ. ഞാനിപ്പോഴും ഓർക്കുന്ന അന്ന് ഭയങ്കര മഴയായിരുന്നു. ആൻഡ് അന്ന് രാത്രി അതുകൊണ്ടാണ് ഒരു എന്ത് പറഞ്ഞാൽ 1/4 മണിക്കൂറും കൂടെ നമ്മൾ ലേറ്റ് ആയത് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. കാരണം ഏകദേശം ഒരു 3:30 ആകുമ്പോൾ എത്തും എന്ന് കരുതിയിട്ട് 4:15 4:20 ആയി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ മഴ കാരണം. പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ സ്റ്റോപ്പ് എടുത്തുമില്ല. രാത്രി ഞാൻ എവിടെയോ ഒരു കടയിൽ ഇങ്ങനെ കയറി നിന്നു. എന്നിട്ട് കുറച്ച് നേരം നോക്കി. എന്നിട്ട് പിന്നെ മഴ കുറഞ്ഞപ്പോൾ നമ്മൾ വിട്ടടിച്ച് പോയത്. ആൻഡ് അതിനുശേഷം ഞാൻ പിന്നെ എന്നാ വെച്ചാൽ ഗോപ്രോ പിന്നെ ഓണാക്കിയതുമില്ല. ബാറ്ററി കുറച്ച് ലോ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഓണാക്കി വെച്ചുമില്ല. സോ ഇന്നിപ്പോൾ എന്തായാലും ഇതേ റൂട്ടിൽ തന്നെയാണ് മൈലേജ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഐ ഡോണ്ട് നോ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ട്രാഫിക്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന കാരണം വല്ലവും പിന്നെ ഇവിടെ ഒരു ഇയാൾ സ്റ്റൗട്ട് ചെയ്ത് സ്കൂൾ തുറക്കുന്ന കാരണം വല്ലതും ട്രാഫിക് ആണോ എന്നെനിക്കറിയില്ല. ബട്ട് അത്യാവശ്യം ഇന്ന് നല്ല ട്രാഫിക് ഉണ്ട്. സാധാരണ ഇത്രയും ട്രാഫിക് വരാറില്ല. നമ്മളെന്നും എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ട്രാഫിക് കൂടുതൽ കാണുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും റോട്ടിൽ കാണത്തില്ല. വേറെ എന്തെങ്കിലും ഇതുപോലെ വ്ളോഗിങ്ങിൻ്റെ സമയത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ട്രാഫിക് കൂടുതൽ. ഒരു വണ്ടി ഉണ്ടല്ലോ, ത്രോട്ടിൽ റെസ്പോൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ കാരണം അതാണ്. വണ്ടി പറക്കുന്നത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. അമ്മാതിരി പറക്കും. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഇഷ്ടമാണ്. ഇവിടെയൊക്കെ ഒന്ന് വിശ്വസിച്ച് വീശാൻ പോലും പറ്റുമല്ലാത്ത വഴിയാട്ടോ ഗായ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീശങ്ങ് ചെല്ലുമ്പോഴായിരിക്കും ഇതുപോലുണ്ടല്ലോ, ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഈ മിറ്റിലൊക്കെ ഉണ്ടല്ലോ വഴിയുടെ നടുക്കൊക്കെയാണ് കിടക്കുന്നത്. സോ ഇതൊക്കെ ഒന്ന് ടൈം ടു ടൈം ക്ലീൻ ചെയ്യുമെങ്കിലും വേണ്ടേ.
ഓ, ഞാനിപ്പോൾ നല്ലൊരു വളവ് വീശുമായിരുന്നു. വീശിയപ്പോൾ ഭയങ്കര വലിയൊരു മിറ്റിൽ റോഡിൻ്റെ നാട്ടിക്ക് ഒന്നും പറയണ്ട. ഇതൊക്കെയൊന്നും ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അറ്റ്ലീസ്റ്റ് ഈ റോഡിലോ വല്ലതും തെറിച്ച് കിടന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ക്ലീനെങ്കിലും ചെയ്യുമെങ്കിലും വേണം. കാരണം ഒരു ബൈക്കോ കാര്യങ്ങളോ രാത്രിയോ ഒക്കെ, പകലായതുകൊണ്ട് നമുക്ക് കാണാമെന്നെങ്കിലും വെക്കാം. രാത്രി ആകുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ വരുന്ന എല്ലാ സ്റ്റോക്ക് ലൈറ്റ്സിലും വെട്ടം കുറവാണ്. ഇപ്പോൾ രാത്രി ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാ മോഡിഫിക്കേഷൻ ചെയ്ത് ഓണാക്കി വെക്കാനും പറ്റത്തില്ല. കാരണം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് കണ്ണ് കാണത്തുമില്ല. അതുപോലെ തന്നെ മഴ സമയത്ത് ഒന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ പോരെ. സോ ഇതൊക്കെ കുറച്ചൊക്കെ കൂടി എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ട്രാവലിങ്ങിന് പോകുന്ന സമയത്തോ എവിടെയെങ്കിലും റൈഡ് പോകുന്ന സമയത്തോ ഒരു കാര്യം ഓർക്കുക. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞുള്ളൊരു കാര്യമാണ്, പക്ഷേ എന്നാലും ഒരു പ്രാവശ്യം കൂടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുവാണ്. ബോട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞ് നേരെ റോഡിലോട്ട് എറിയാതിരിക്കുക. കാരണം എറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സൈഡിലൊക്കെ വന്ന് സാധനം കിടക്കും. ഇത് കണ്ടില്ല, അതെ ഇതിപ്പോൾ നിലവിൽ ബോട്ടിൽ ഇതായി പോയാന്ന് തോന്നുന്നു. നിറച്ച് വെള്ളമുള്ള ബോട്ടിലായിരുന്നു തോന്നുന്നത്. സോ അങ്ങനെ എറിയാതിരിക്കുക. എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ളത്, കാറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഇത് നേരെ റോഡിൻ്റെ സെൻറ്ററിലോട്ട് വരും. സോ ബൈക്കൊക്കെയാണ് വരുന്നതെങ്കിൽ രാത്രി ഇപ്പോൾ ഈ മഴയുടെ സമയം കൂടെയാണ്, ആ ഒരു ടൈമിൽ അറിയാതെ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറി കഴിഞ്ഞാൽ തെന്നി വീഴാൻ അത് മാത്രം മതി. സോ ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണത്. കാരണം ഏറ്റവും ഡേഞ്ചറസ് ആണ്. ഒരു ബൈക്ക് തെന്നി വീഴാൻ വേണ്ടി ഒരു സെക്കൻഡ് മതി അതിൻ്റെ അകത്തിരിക്കുന്ന ആളുടെ ജീവിതം നഷ്ടപ്പെടാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ബോട്ടിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചിട്ട് എവിടെയെങ്കിലും ഡസ്റ്റ്ബിനോ കാര്യങ്ങളോ കാണുമ്പോൾ അതിനകത്ത് ഇടാൻ ശ്രമിക്കുക. അല്ലാതെ നേരെ വഴിയിലോട്ട് എറിയാൻ വേണ്ടി നിൽക്കരുത്. സോ നമ്മൾ ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഓടിയിട്ടും പെട്രോൾ തീരുന്ന ഒരു ചാൻസസ് ഞാൻ കാണുന്നില്ല, ഐ തിങ്ക്. കാരണം ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നേരെ മൂവാറ്റുപുഴ ടൗൺ വരെ പോയിട്ട് അവിടെ നിന്ന് കറങ്ങി തിരിച്ചിങ്ങ് പോരാമെന്നാണ്. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് ലോങ് ആവും. ലെറ്റ് സി. കാരണം ഏകദേശം ഒരു 30 കിലോമീറ്ററോളം നമ്മൾ വീട്ടിൽ നിന്ന് ഓടി, പെട്രോൾ തീർന്നിട്ടില്ല. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഫ്യൂൽ എം ടി എത്രയാണ്? നമ്മൾ മൂവാറ്റുപുഴ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതുവരെ ഫ്യൂൽ തീർന്നിട്ടില്ല ഗൈസ്. സോ ഇതിൻ്റെ ശരിക്കും ഫ്യൂൽ എം ടി ആയിക്കഴിഞ്ഞാൽ എത്ര ലിറ്റർ പെട്രോൾ ഉണ്ടാവും ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. ഇത്രയും നേരമായി വണ്ടി ഓടിക്കുന്നു, ഇതുവരെ വണ്ടിയുടെ ഫ്യൂൽ തീർന്നിട്ടില്ല. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇതുവരെ ഫ്യൂൽ തീർന്നിട്ടില്ല. കാരണം ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സ് പ്ലസ് നമ്മൾ ഓടിച്ച് കഴിഞ്ഞു വീട്ടിൽ നിന്ന്. നമ്മൾ എത്ര ഊറ്റാൻ പറ്റുമോ അത്ര ഊറ്റിയതിന് ശേഷം 40 കിലോമീറ്റേഴ്സ് പ്ലസ് നമ്മൾ ഓടിച്ച് കഴിഞ്ഞു. സോ മഴ പെയ്യാനുള്ള സകല ചാൻസസും കാണുന്നുണ്ട്. ബട്ട് ഐ ഹോപ്പ് മഴ പെയ്യല്ലേ. നമ്മുടെ മൈലേജ് ടെസ്റ്റിൻ്റെ പരിപാടികളൊക്കെ ഫുള്ള് തീരുന്നവർ പെയ്യല്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളിപ്പോൾ മൂവാറ്റുപുഴ പോയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഫൈനലി മഴ പെയ്തു ഗായ്സ്. മഴ പെയ്തു. ഇതേ മഴയത്തിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയത്താണേ പോലും സ്ഥലം തരുകയല്ലാത്ത കുറേ ആൾക്കാർ. സോ ഇതിൻ്റെ അത് ഇനി എന്തുമാത്രം പെട്രോൾ ഉണ്ട് ഡാർലിംഗ് നീ ഒന്ന് പറ, എത്രമാത്രം ഇനിയും പെട്രോൾ ഉണ്ട്, എത്ര കിലോമീറ്റർ കഴിഞ്ഞ് ഓടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈമിൽ ക്യാമറ ഓൺ ആക്കിയാൽ മതിയല്ലോ, ഒന്ന് ഓടിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ആലോചിക്കുന്നത് ഒരു പെട്രോൾ ആക്ച്വലി ഫ്യൂൽ എം ടി ആയി. ഇന്നലെ ഞാൻ എന്നിട്ട് പിന്നെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ഏറ്റുമാനൂരൊന്നും പോയപ്പോൾ ഞാൻ പെട്രോൾ അടിച്ചില്ല മനഃപൂർവ്വം. എന്നിട്ട് ഇതിൻ്റെ അത് ഇത്രയും പെട്രോളോ? സോ ഐ കാണ്ട് ഇമാജിൻ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഫ്യൂൽ എം ടി അല്ലെങ്കിൽ ലോ ഫ്യൂൽ കാണിച്ചതിന് ശേഷം എത്രയായിരിക്കും ഇതിൻ്റെ അത് ശരിക്കും പെട്രോൾ കാണുക? 3 ലിറ്ററിൻ്റെ മുകളിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും കിലോമീറ്റർ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഗായ്സ്, ദിസ് ഈസ് സോ മച്ച് സർപ്രൈസിങ്. കാരണം ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് പ്ലസ് നമ്മൾ എന്തായാലും ഓടി. സോ എന്തൊക്കെ പറഞ്ഞാലും 40 കിലോമീറ്റേഴ്സ് പ്ലസ് 45 കിലോമീറ്റേഴ്സ് എന്തായാലും ഓടി. എന്നിട്ടും ഫ്യൂൽ തീർന്നിട്ടേ ഇല്ല, ഒരു നോക്കിങ് പോലും ഇല്ല. സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കയറി നിൽക്കേണ്ട വരും. കാരണം അതുപോലെ മഴയായി. നേരത്തെ ഒരു ശകലം ഉണ്ടായിരുന്നില്ല, ഇപ്പം നല്ല പോലെ മഴയായി. ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിയിട്ടും യാതൊരുവിധ നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ കണ്ടില്ലേ, ഇതുപോലെ കുറേ എണ്ണമുണ്ട്. സിഗ്നലും ഇടത്തില്ല, ചുമ്മാ ബാക്കിയുള്ളവനാണ്. സോ മഴ അങ്ങോട്ട് പോയി ഗൈസ്, എന്തായാലും നന്നായി. സോ എവിടെയും കയറി നിൽക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം. സോ ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. നമ്മൾ കൂത്താട്ടുകുളത്തുനിന്ന്
പിറവം പോകുന്ന റൂട്ടിലോട്ട് അങ്ങ് കയറി ഒന്ന് കറങ്ങി അങ്ങ് പോകാമെന്ന് വെച്ചു. കാരണം എന്തായാലും പെട്രോൾ തീരാൻ ബേബി സമ്മതിക്കുന്നില്ല. ബേബി പെട്രോൾ തീരില്ലെന്നാണ് പറയുന്നത്. എത്ര ഓടിച്ചാലും പെട്രോൾ തീരത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ പെട്രോൾ തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം മൈലേജ് ടെസ്റ്റ് ചെയ്യണമല്ലോ. സോ ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ല ഇതുവരെ. എനി ടൈം പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡ്രോപ്പ് വന്നങ്ങ് വീണു ദേഹത്തോട്ട്. അത് കൊള്ളായിരുന്നു, നല്ല നൈസായിരുന്നു ഇത്. സോ എന്തായാലും നോക്കട്ടെ. ഇതുവരെ എന്തായാലും പെട്രോൾ തീരാൻ ഉദ്ദേശിക്കുന്നില്ല വണ്ടി. നമ്മുടെ വേണ്ട ഈ ഒരു വാർണിംഗ് സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് പെട്രോൾ നല്ല പോലെ കുറവാണ്, അതുകൊണ്ടാണ് വാർണിംഗ് സിഗ്നൽ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് സോ. കാരണം വണ്ടി ചെറുതായിട്ട് വോബ്ലിങ് എന്താ പറയുക ഇത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു വാർണിംഗ് സിഗ്നൽ കാണിക്കുന്നുമുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എം ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചെറുതായിട്ട് മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഇപ്പം നിലവിൽ. ഐ തിങ്ക് കംപ്ലീറ്റ്ലി തീരാറായി എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ. സോ ഐ തിങ്ക് എന്തായാലും പെട്രോൾ തീരാറായിട്ടുണ്ട് ഏകദേശം. സോ ഗായ്സ്, അങ്ങനെ ഫുൾ പെട്രോൾ തീർന്നു. ഓ മൈ ഗാഡ്, പൂരാ ഖത്തം. സോ ഫൈനലി നമ്മുടെ പെട്രോൾ കംപ്ലീറ്റ്ലി തീർന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാത്തത്. സോ കംപ്ലീറ്റ്ലി തീർന്നു ഗായ്സ്. ഇനിയിപ്പം നിലവിലൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എന്തായാലും പെട്രോൾ ഒഴിക്കാം. സീറോ പെട്രോൾ. സർപ്രൈസിംഗ്ലി ഒറ്റ സെൽഫിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. ട്രിപ്പ് ഞാൻ 0 ആക്കി കേട്ടോ. ട്രിപ്പ് 1 ഞാൻ 0 ആക്കി. ഇനിയിപ്പോൾ എന്തായാലും അറിയാം എത്ര മൈലേജ് കിട്ടുമെന്ന് അറിയാൻ കഴിച്ചു. എത്ര നേരമെന്നറിയാം വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. വണ്ടി ഓടിക്കുന്നത് നമുക്കിഷ്ടമാണ്, പക്ഷേ ഒരു മൈലേജ് ടെസ്റ്റിന് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തീരുന്നതാണ് നമുക്കിഷ്ടം. അല്ലെങ്കിൽ പിന്നെ പണിയാണ്. വേണ്ടില്ലേ, വലത്തോട്ട് പോലെ ഒന്നും നോക്കാതെ ചുമ്മാ അങ്ങ് കയറുക. സോ പെട്രോൾ അതായത് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല. ആക്ച്വലി ഇവിടെ എൻജിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച് പോയി. കാരണം എന്തെങ്കിലും ഇഷ്യൂ ആവുമോ എന്ന് ഓർത്ത്. അതുകൊണ്ടാണ് ഞാൻ എഗെയിൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. ബട്ട് കംപ്ലീറ്റ്ലി പെട്രോൾ തീർന്നായിരുന്നു. ആൻഡ് പെട്രോൾ ഒഴിച്ചിട്ട് 1/2 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. സോ ഞാനങ്ങനെ ഒരുപാട് ഓവർ സ്പീഡിലൊന്നുമല്ല വണ്ടി ഓടിക്കുന്നത്. ഒരു 70-80 ആണ് മാക്സിമം ഞാൻ പോകുന്നത്. അതിൻ്റെ മുകളിലോട്ട് പോകുന്നില്ല, കാരണം അതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള വഴിയില്ല. പിന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 1-2 സ്പീഡ് എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഇപ്പോൾ നോർമലി ഞാൻ എങ്ങനെയാണോ ഈ ബൈക്കുമായിട്ട് പോകുന്നത് ആ ഒരു ഇത് തന്നെയാണ് ഞാൻ ഇപ്പോഴും മൈലേജ് ടെസ്റ്റ് എടുക്കുന്നത്. സോ ഫസ്റ്റ് 5 കിലോമീറ്റേഴ്സ് ഏകദേശം എത്താറായി നമ്മൾ. ലെറ്റ് സി. 4.3 കിലോമീറ്റർ നമ്മൾ ഓടി ഫസ്റ്റ്. സോ ഫാർ സോ ഗുഡ്. വേറെ കുഴപ്പമൊന്നുമില്ല, എവറിത്തിങ് ഈസ് ഓക്കെ. പെട്രോൾ അടിച്ചതിന് ശേഷം 8.4 കിലോമീറ്റേഴ്സ് ഓടി. സോ ഫാർ സോ ഗുഡ്, ഒരു കുഴപ്പമില്ല. വണ്ടി നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ ഓവർ സ്പീഡൊന്നുമില്ല. ഒരു 70-80 ഞാൻ പോകുന്നത്. റെഗുലർലി ഞാൻ പോകുന്നൊരു സ്പീഡിൽ 80-82 അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നിലവിൽ മറ്റേ നമ്മുടെ ഡിസ്പ്ലേ ആയതുകൊണ്ട് 80-82 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബട്ട് സോ ഫാർ സോ ഗുഡ്. ഐ ആം റിയലി എൻജോയിങ് ദിസ് വ്യൂ. അല്ലെങ്കിൽ ഈ ഒരു റൈഡ് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കും അറിയണം പേഴ്സണലി എത്ര മൈലേജ് കിട്ടും, കാര്യങ്ങൾ കിട്ടുമെന്ന് എനിക്കറിയണം. സോ ഡിസ്പ്ലേയിൽ 40.3 ആണ് മൈലേജ് കാണിക്കുന്നത് ഇപ്പോൾ നിലവിൽ. ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട്. പക്ഷേ എന്തായാലും നോക്കട്ടെ എത്ര മൈലേജ് കിട്ടും എന്നുള്ളത് റിയൽ ടൈം, അതായത് റിയൽ ആയിട്ടുള്ള എത്ര. ഇപ്പോൾ ടോട്ടലി 9.3 കിലോമീറ്റേഴ്സ് നമ്മൾ 9.4 ആയി പെട്രോൾ ഒഴിച്ചിട്ട്. സോ ഉഴവൂർ പോകുന്ന വഴിയിലോട്ട് അങ്ങ് തിരിഞ്ഞു. കാരണം 11.5 കിലോമീറ്റർ നമ്മളിപ്പോൾ വണ്ടി ഓടി. ആൻഡ് ഐ തിങ്ക് അറൗണ്ട് എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്.
കാരണം ഇന്നിപ്പോൾ ശരിക്കും മനസ്സിലാവില്ല എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും, കാര്യങ്ങൾ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഴവൂർ റൂട്ടിലോട്ട് കയറി ഞാൻ ഓർത്തു മൈലേജ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലോട്ട് പോകും. കാരണം നേരെ പോയി കഴിഞ്ഞാൽ കൊറോലിങ്ങാട് വരും. കൊറോലിങ്ങാട് ഐ തിങ്ക് അറൗണ്ട് ഒരു 7 കിലോമീറ്റേഴ്സ് കൊണ്ട് തീരും. അപ്പം കൂടുതൽ കിലോമീറ്റർ ഇൻ കേസ് ഓടിക്കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കയറി. സോ ഇത് ആക്ച്വലി എൻ്റെ തറവാട്ടിലോട്ട് പോകുന്ന വഴിയാണ്. എൻ്റെ ഫാദറിൻ്റെ വീട് ഇവിടെയാണ്. സോ ആക്ച്വലി ഇവിടെയാണ് പപ്പ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പം നിലവിൽ ഞാൻ ഇതിലെ വരാറുള്ളതാണ്. കുറേ നാൾ കൂടിയാണ് വരുന്നത്. ഡ്യൂക്ക് എടുത്തതിന് ശേഷം ഇതിൽ വന്നിട്ടില്ല. സോ എന്തായാലും ഒരു ചെറിയൊരു കറക്കമാവും, നമ്മുടെ മൈലേജ് ടെസ്റ്റ് നടക്കും. സോ അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ് കാര്യം. സോ ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട് കിട്ടി. 17.9 കിലോമീറ്റേഴ്സാണ് നമുക്ക് കിട്ടിയ മൈലേജ് സിറ്റിയിൽ. സോ 18 പിടിച്ചോ, 18 36 കിലോമീറ്റർ. 1 ലിറ്റർ പെട്രോളിൽ സിറ്റിയിൽ 36 കിലോമീറ്റർ മൈലേജ് കിട്ടും. നമ്മുടെ KTM ഡ്യൂക്ക് 200 BS6 ഫേസ് 2 E20ക്ക് കിട്ടുന്ന മൈലേജ് ആട്ടോ, 36 കിലോമീറ്റർ 1 ലിറ്ററിൽ. ആൻഡ് ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത ദാറ്റ് മീൻസ് പെട്രോൾ തീർത്തും ഇല്ലെന്നാണ്. സോ ഇങ്ങനെ ഓടിക്കാതിരിക്കുക ഗൈസ്, എഞ്ചിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ മൈലേജ് ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ആൻഡ് ഐ എം റിയലി ഹാപ്പി വിത്ത് ദിസ് മൈലേജ്. 36 കിലോമീറ്റർ അങ്ങനെ മൈലേജ് എനിക്ക് അത്ര ഇതായിട്ട്. അയ്യോ മഴ തുടങ്ങി ഗൈസ്. മഴ തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിലെത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നുന്നത് നനഞ്ഞുകൊണ്ട് വീട്ടിലെത്തേണ്ടി വരും എന്നാണ് തോന്നുന്നു. ഫാർ സോ ഗുഡ്. ഐ റിയലി ലൈക്ക് ദിസ് മൈലേജ്. ഹൈവേയിൽ പോസിബിൾ ആണെങ്കിൽ ഒന്നുകൂടെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചിലപ്പോൾ ഒന്നുകൂടെ ലൈക്ക് ബാംഗ്ലൂർ പോകാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. സോ ആ ഒരു ടൈമിലാണെങ്കിലും ഞാൻ ഹൈവേയിലും കൂടെ ഒരു മൈലേജ് ടെസ്റ്റ് നോക്കുന്നതായിരിക്കും ഗൈസ്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലെത്താൻ നോക്കാം. ഒരുപാട് മഴയൊന്നുമില്ല. സോ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെത്താൻ നോക്കട്ടെ. എന്നിട്ട് സോ എൻ്റെ ഫ്രണ്ടിലൊരു ഇഗ്നിസ് പോകുന്നുണ്ട്, ബ്ലാക്ക് കളറ്. മാരുതി, പണ്ട് ഞാൻ മാരുതി നെക്സൈൽ വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നൊരു കാലത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ ചത്താൽ പോലും മാരുതിയിൽ ബ്ലാക്ക് കളർ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഏറ്റവും അവസാനം അവർ ബ്ലാക്ക് കളർ ഇറക്കി. ബ്ലാക്ക് കളർ ഇറക്കിയതോടെ അവരുടെ സെയിൽസ് ഇൻക്രീസ് ആയി. കാരണം ബ്ലാക്ക് കളർ ഇറ്റ്സ് റിയലി അമേസിങ്. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടം ബ്ലാക്ക് കളറാണ്. ഏത് കളറിനേക്കാളും ഞാൻ ചോദിക്കുന്ന ബ്ലാക്ക് കളർ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാറ്. ഏത് വണ്ടി എടുക്കാം. ഈവൻ ഞാൻ എൻഡോർക്ക് എടുത്തപ്പോൾ പോലും എനിക്ക് വേണേൽ റേസ് എക്സ്പി എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ റേസ് എക്സ്പി എടുക്കാതിരുന്നത് തന്നെ അതിലത്തെ ആ ഒരു റെഡും ബ്ലാക്കും മിക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പ്യുവർ ബ്ലാക്ക് തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റേസ് എക്സ്പി എടുക്കാതെ ബ്ലാക്ക് പാന്തർ എടുക്കാൻ തന്നെ ഉള്ള റീസൺ. സോ ഇതിൻ്റെ അകത്ത് വേറൊരു ഫീച്ചറും കൂടെ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇൻ കേസ് പെട്രോൾ, അതായത് ഇതിൻ്റെ 2 ഘട്ട, അതായത് ഇത് 4 എണ്ണമാണ്, അത് കഴിഞ്ഞ് 2 എണ്ണം കൂടെ കാണിക്കും. ആ ഒരു ഇത് കഴിഞ്ഞിട്ടും പെട്രോൾ തീരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻജിൻ്റെ വാർണിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും. സോ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ലൈക്ക് എത്ര പെട്രോൾ തീരാറായോ ഇല്ലയോ എന്നുള്ളത്. അത് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് കുറവാണെങ്കിൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ എനിക്കതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്ന് വരെ ഒരാളുടെ വീഡിയോയിലും കണ്ടിട്ടില്ല. സോ എന്തായാലും മൈലേജ് വൈസ് ഐ എം ഹാപ്പി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. 36 കിലോമീറ്റർ പെർ ലിറ്റർ ഇറ്റ്സ് ഫൈൻ. 1-2 ഡ്രോപ്പും കൂടെ പോയായിരുന്നു. സോ 36 കിലോമീറ്റർ എന്തായാലും ഫിക്സ് ചെയ്യാം നമുക്ക്. സോ ഇതാണ് നമ്മുടെ ഡ്യൂക്ക് 200ൻ്റെ ആവറേജ്. ആൻഡ് ഡ്യൂക്ക് ഓണേഴ്സിന് ഞാനൊരു ടിപ്പും കൂടെ പറയാം. അതായത് നിങ്ങൾ 200 പഴയ 200, അതായത് ഈ ഒരു ഇതിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഹാൻഡിലിൽ വൈബ്രേഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് കണ്ടോ, ഈ ഒരു ഹാൻഡിലിൻ്റെ ഈ സ്ലൈഡർ ഇത് പിടിപ്പിക്കുക. അതായത് നമ്മുടെ ബജാജ് ഇതിൻ്റെ പൾസറിൻ്റെയാണിത്. സോ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ ഒട്ടും ഉണ്ടാകത്തില്ല. കാരണം ഞാൻ ഗോവയിൽ നിന്ന് നാട്ടിലോട്ട് വന്ന സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്തായിരുന്നു. വൺസ് ഞാനിവിടെ വന്നു, ഞാനിപ്പോൾ RCBയുടെ ആണ് ഹാൻഡ് ഗ്രിപ്സ് പിടിപ്പിച്ചേക്കുന്നത്. RCBയുടെ ഹാൻഡ് ഗ്രിപ്സും അതുപോലെ ഈ ഒരു ബാറിൻ്റെ പിടിപ്പിച്ചതിന് ശേഷം എനിക്ക് വൈബ്രേഷൻ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. എത്ര സ്പീഡിൽ പോയാലും എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളും പലപ്പോഴും വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇതിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ വൈബ്രേഷൻ ഉണ്ടാകത്തില്ല ഗൈസ്. സോ ഇപ്പോൾ നമ്മൾ ഏകദേശം വീടെത്താറായി, കൊറോളിങ്ങാട് എത്താറായി. സോ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ യു ഗൈസ് നോ ദ ഡ്രിൽ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചെറിയൊരു ബൈ ഗൈസ്. സോ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഞാൻ വന്നത്. അതായത് ഇതിൻ്റെ ലോ ഫ്യൂവൽ വാർണിങ്ങിന് ശേഷം എത്ര ലിറ്റർ പെട്രോൾ നിങ്ങളുടെ ടാങ്കിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറയാം. ഏകദേശം 3.3 ലിറ്റർ പെട്രോള് ലോ ഫ്യൂവൽ വാർണിങ് നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാവും നിങ്ങളുടെ ടാങ്കിൻ്റെ അകത്ത്. സോ ഇറ്റ്സ് റിയലി നൈസ്. കാരണം മൊത്തം 13.3 ടാങ്ക് കപ്പാസിറ്റി. സോ അതിൽ 3.3 ലിറ്ററാണ് ഇതിൻ്റെ ലോ ഫ്യൂവൽ ലെവൽ കാണിക്കുമ്പോൾ മുതൽ നിങ്ങളുടെ ടാങ്കിൽ ഉണ്ടാകുക കാര്യം.